ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ കാലമായി. വീഡിയോസ് ആരും കാണാറില്ല, അതുകൊണ്ടാണ് ഇത്തിരി ലാഗടിച്ച് പോകുന്നത്. എന്നെങ്കിലും എൻ്റെ മാവും പൂക്കും എന്ന വിശ്വാസത്തിൽ ഞാൻ ഇരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ദീപാവലി സ്പെഷ്യലാണ്. ഇവിടെ ദീപാവലി നമ്മുടെ അവിടുത്തെ പൂരും വേലയൊക്കെ പോലെയാണ്. എനിക്കിത് ആദ്യത്തെ കഴിച്ചു. പിന്നെ എൻ്റെ കെട്ടിയതിന് അവിടെ ഒരു സമ്മാനം എന്താ പറയുക, കൂപ്പൺ എഴുതി ഇടുന്നുണ്ടായിരുന്നു. ഞങ്ങളൊരു 4 എടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഭാഗ്യമുള്ള ആൾക്കാരായതുകൊണ്ട് ഏത് അടിച്ചില്ല. ഇവിടെയുള്ള കൂപ്പണിൽ ഗിഫ്റ്റ് അടിച്ചവർക്കൊക്കെ നല്ല അടിപൊളി ഗിഫ്റ്റുകളാണ് കിട്ടിയിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. പിന്നെ ഇവിടെ കുറേ പടക്കങ്ങളുണ്ടായിരുന്നു. വാങ്ങിക്കാം, അല്ലാത്തവർക്ക് നോക്കി നിൽക്കാം. ഞങ്ങൾ നോക്കി നിൽക്കാൻ പോയി നോക്കി നിന്നിട്ട് വന്നു. പിന്നെ എന്തൊരു വലിയ സ്റ്റേഡിയമാണ്. ഞങ്ങളിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഈ സ്റ്റേഡിയത്തിന് അകത്തോട്ട് പോകുന്നത്. അവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്, ക്യാൻറ്റീനിൽ പോയിട്ടുണ്ട്. സ്റ്റേഡിയത്തിനകത്തോട്ട് ആദ്യമായിട്ടാണ് പോകുന്നത്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. കൂടെ വിധുള്ളതുകൊണ്ട് വിധുവിന് അവിടെ അതിലിങ്ങനെ കളിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു. അവിടെ ഒരു കുട്ടിക്ക് 50 രൂപയാണ് ചാർജ് ആക്കുന്നത്. അവൻ ആദ്യം പേടിച്ചെങ്കിലും പിന്നെ അതിൽ വേഗം പോയി കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കളി കുറച്ച് നേരം കണ്ട് നിന്ന് ദീപാവലി ഇവിടെ 2 ദിവസത്തെ പരിപാടിയായിരുന്നു. ആദ്യത്തെ ദിവസം പ്രത്യേകിച്ച് അങ്ങനെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോകുമ്പോഴേക്കും വൈകിയതുകൊണ്ട് ഒരു അരമണിക്കൂർ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അരമണിക്കൂറിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഇതൊക്കെ അവിടെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇവിടുത്തെ ജ്വല്ലറീസൊക്കെ കാണാൻ വേറൊരു സ്റ്റൈലാണ്. നമ്മുടെ അവിടുത്തെ കേരളത്തെ പോലെയല്ല. പിന്നെ ഒരുപാട് ഫുഡിൻ്റെ ആയിരുന്നു കൂടുതൽ. നമുക്ക് പിന്നെ ഫുഡിനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ആ പരിസരത്തേക്ക് പോയില്ല. പിന്നെ അവിടെ ചെടികളുടെ കുറേ ഇതുണ്ട്. അപ്പോൾ ചെടികൾ കണ്ടപ്പോൾ വെറുതെ ഒന്ന് കയറി നോക്കാമെന്ന് ചോദിച്ചാൽ പോയി നോക്കും. നല്ല രസം കാണാൻ. ഒന്നും വാങ്ങിച്ചൊന്നുമില്ല, നല്ല രസം കാണാൻ. അപ്പോൾ അത് കുറച്ച് നേരം കണ്ടു. ഇനി ഇവിടെ കാണാൻ നമുക്ക് ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അത് കാണാൻ നല്ല രസമായിരുന്നു. മറ്റേ വീട്ടിലൊക്കെ ഡെക്കോർ ചെയ്യുന്ന പോലത്തെ സാധനങ്ങൾ. അപ്പോൾ അത് കുറച്ച് നേരം നോക്കി. ഈ പൂവ് അവർ ഉണ്ടാക്കിയതാണ്. പൂ മാത്രമല്ല കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെ കണ്ണിൽ ഉടക്കിയതാണ് പൂവാണ്. അപ്പോൾ അത് ഞാനെടുത്ത് കൈ പിടിച്ച് നോക്കിയതാണ്. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും ഗിഫ്റ്റും കൂപ്പൺ എടുക്കാനുള്ളതൊക്കെ തിരക്കായി. ഞങ്ങൾ സ്റ്റേഡിയത്തിൻ്റെ മുകളിൽ കയറി. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് കിട്ടും, ഇപ്പോൾ കിട്ടുമെന്ന് കാത്തിരുന്നു. പക്ഷെ ഒന്നും കിട്ടിയില്ല. ഭാഗ്യശാലികളെ ഞങ്ങൾക്ക് കൂപ്പൺ കിട്ടാത്ത വിഷമത്തിലിരിക്കുന്ന സമയത്താണ് ഈ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുറച്ച് പടക്കങ്ങളുണ്ടായിരുന്നു. ചൈനീസ് പടക്കങ്ങളാണെങ്കിൽ അത് മുകളിൽ പോയി പൊട്ടുന്നതാണ് എന്തൊരു ആത്മസംതൃപ്തിയായിരുന്നു. അത് കുറേ നേരം ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് വിളിച്ച് നോക്കിയിരുന്നു. ആകാശത്ത് മിന്നൽ വെളിച്ചം. ഞാൻ മാത്രം കണ്ടപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും കണ്ടുള്ളത്. അപ്പോൾ കാണാം. പിന്നെ ഇതാണ് ഇന്നത്തെ ഹൈലൈറ്റ്. ഇത് കുറേ നേരം കത്തി അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്താ സംഭവമേ അറിയില്ല. എത്ര മഞ്ഞ് നോക്കി കാണാൻ നല്ല രസമുണ്ട്. വീഡിയോയിലൊന്നും കാണില്ല. അവിടെ നിന്ന് ചെറിയൊരു സീറ്റ് ബാഗ്സ് കിട്ടി. അതും കിട്ടി. സന്തോഷത്തിന് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. എല്ലാം ചെയ്തോളൂ. അപ്പോൾ ബൈ.